Good morning, students. Today we are going to study next topic, chapter 10, Africa, location and physical features. ആഫ്രിക്കയുടെ ലൊക്കേഷനും അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 10. Africa is the second largest continent in the world. Africa is the second largest continent in the world. It is located towards the south of Europe and the southwest of Asia. It almost touches Europe at the Strait Gibraltar and Asia at the Isthmus of Suez and the Strait of Bab el Mandeb. യൂറോപ്പിൻ്റെ ഇറ്റ് ഓൾമോസ്റ്റ് ടച്ചസ് യൂറോപ്പ് അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ഗിബാൾട്ടർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലും ആൻഡ് ഏഷ്യ അറ്റ് ദ ഇസ്മസ് ഓഫ് സൂസ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ബാബ് എൽ മനീബ് അവിടെയും കൂടെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. ആഫ്രിക്ക ലൈസ് ബിറ്റ്വീൻ 37 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് in the north and 35 degrees south latitude in the south and between 17 degree west longitude in the west and 51 degree east longitude. ലാറ്റിറ്റ്യൂഡിലും ലോഞ്ചിറ്റ്യൂഡ്സിലും ഇതെവിടെയാണെന്ന് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം ലൈൻസ് ഗ്ലോബിനകത്ത് റൗണ്ടിൽ ഇക്വേറ്റർ ലൈനുണ്ട്. ദീസ് ഇക്വേറ്ററിന് പാരലായിട്ടുള്ള ലൈൻസ് എല്ലാം ലാറ്റിറ്റ്യൂഡ്സ്. ഇക്വേറ്ററിന് പാരലായിട്ടുള്ള ലൈൻസ് എല്ലാം ലാറ്റിറ്റ്യൂഡ്സ്. ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്താ നോക്കി ഞാനൊരു കാണിക്കാം. റൗണ്ടിനകത്ത് എർത്തിന് ഇക്വേറ്റർ ലൈൻ ആൻഡ് ദെൻ ഓരോ ലൈൻസ് ഉണ്ട്. ഇതാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഈ ലാറ്റിറ്റ്യൂഡ്സിലെയും ലോഞ്ചിറ്റ്യൂഡ്സിലെയും ഡിഗ്രീസാണ് അവരവിടെ പറഞ്ഞിരിക്കുന്നത്. ആഫ്രിക്ക 37 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഇൻ ദ north, 35 degrees south in south and between 17 degree west longitude in the west and 50 degree east longitude in the east. Equator divides Africa into two equal parts with bigger part in the northern hemisphere. Most of Africa lies in the tropical region. ആഫ്രിക്ക കൂടുതലായിട്ടും പോകുന്നത് ട്രോപ്പിക്കൽ റീജിയനിൽ കൂടെയാണ്. ആഫ്രിക്ക ഈസ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ water bodies, the Mediterranean Sea in the north, the Red Sea in the northeast. Africa is completely surrounded by water bodies and the Mediterranean Sea in the north, the Red Sea in the northeast, Indian Ocean in the east and Atlantic Ocean in the west. Okay, Africa is separated from Europe by the Mediterranean Sea and from Asia by the Red Sea. Africa യൂറോപ്പുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന മെഡിറ്ററേനിയൻ സീയും ഏഷ്യയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് റെഡ് സീ. ആൻഡ് ആഫ്രിക്ക ഈസ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ വാട്ടർ ബോഡീസ്. ഓക്കെ, ആൻഡ് ദെൻ പൊളിറ്റിക്കൽ ഡിവിഷൻസ്. ദ ലാസ്റ്റ് quarter of the 19th century, the British, French, Germans and Belgians partitioned Africa among themselves. They ruled over various parts of Africa for a long time. It is only in the last half a century that most of the present day African nations have gained independence from colonial rule. ആഫ്രിക്കയിലെ ഒരു കൊളോണിയൽ റൂളിൻ്റെ കീഴിലായിരുന്നു അടുത്ത അവർക്ക് ഡിപ്പെൻഡൻസ് ആയത്. The names of all the countries, their capitals are given in table 10.1. നമ്മൾ നെക്സ്റ്റ് പേജിനകത്ത് ആഫ്രിക്കയിലെ കൺട്രീസ് ഓഫ് ആഫ്രിക്ക ആൻഡ് 28 കൺട്രീസ് ഉണ്ട്. അതിൻ്റെ ക്യാപിറ്റൽ 28 അല്ല 55 കൺട്രീസും അതിൻ്റെ ക്യാപിറ്റൽസും എല്ലാം ഇവിടെ പേജ് നമ്പർ 90 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. Africa has neither high mountain ranges nor vast plains. Mountain rangesum vast plains. The continent is huge plateaus and it has extensive hot desert. നല്ലതായിട്ട് മരുഭൂമിയുണ്ട് ആഫ്രിക്കയിൽ. സ്പെഷ്യൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻ ആഫ്രിക്കൻ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് റിഫ്റ്റ് വാലി. നെക്സ്റ്റ് പേജ് റിഫ്റ്റ് വാലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ മൗണ്ടൻസ്. ദ അറ്റ്ലസ് മൗണ്ടൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ആഫ്രിക്ക. ദീസ് ആർ ഫോൾഡ് മൗണ്ടൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ഫോൾഡ് മൗണ്ടൻസ്. They comprise 3 parallel ranges. The Ethiopian highlands are located on the eastern side. These mountains are of volcanic origin. Ethiopian underline
the Ethiopian highlands. These mountains are of volcanic origin and have many high peaks. ഒത്തിരി ഹൈ പീക്കായിട്ടുള്ള സ്ഥലമുണ്ട്. And then Mount Kilimanjaro, an extinct volcano, the highest peak in Africa. Underline the sentence. Other important peaks in the region are Mount Kenya, Mount Rwenzori, and Mount Elgon. Are the main highest peak of Africa and Mount Kilimanjaro. Mount Kilimanjaro, and then other peaks Mount Kenya, Mount Rwenzori, and Mount Elgon. The Drakensberg Mountains are located along the southeastern coast. The Drakensberg Mountains are located along southeastern coast. These are young fault mountains and form the steep eastern edge of the vast plateau regions. Plateau regions are vast mountains and plains. Okay, political division, physical features, mountains മാത്രം നമ്മൾ ഇന്ന് നോക്കി. നെക്സ്റ്റ് ഡേയിൽ അടുത്ത നോക്കാം. ഇത്രയും പോർഷൻസ് നന്നായിട്ടൊന്ന് വായിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.